നമുക്കൊരു അവസരം അങ്ങനെ വന്നാൽ വേണ്ടാന്നങ്ങ് വെച്ചാൽ മതി, വരും. അത് കുറേ വർഷം കഴിയും, പക്ഷെ വരും. നമ്മൾ നമ്മുടെ ജോലിയിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ പഠിക്കൂല. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ കഴിവ് പൂർണ്ണമായിട്ടില്ല, എനിക്കിനിയും പഠിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മളത് എടുക്കേണ്ടത്. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ വളരില്ല. അപ്പോൾ ഐ നീഡ് ടു ഗ്രോ. അപ്പോൾ കൂടുതൽ വർക്ക്ഷോപ്സ് ചെയ്യുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ സ്ക്രിപ്റ്റ് വായിക്കുക. ഇവരെ കൊണ്ട് തന്നെ വിളിപ്പിക്കുക. ഇവരെ കൊണ്ട് വിളിപ്പിക്കണ്ട, വേറെ ആൾക്കാർ വിളിച്ചോളൂ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നെ രണ്ട് പക്ഷം പറയാൻ ആളുകളുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ സൈഡ് പറയാൻ ആളുണ്ടായിരുന്നു, ആണുങ്ങളുടെ സൈഡ് പറയാനും ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ അതിനൊരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനായിട്ടുള്ളൊരു ടൂളായിട്ട് ഈ നിയമത്തെ കരുവാക്കുന്നു എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഹേമ കമ്മിറ്റിയുടെ കാര്യം തന്നെ ആദ്യം പറയാം. ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഞാനും പോയതാണ് ഡിപ്പോസ് ചെയ്യാനായിട്ട്. ഞാൻ പോയ ഒരാളാണ്. അപ്പം പോയപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു പുതിയ നിയമം വരാനുണ്ട്, ഒരു എന്തൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ റിയലായിട്ട് നടന്ന കാര്യങ്ങൾ നിങ്ങൾ പറയൂ, സിനിമയിൽ അനുഭവിക്കേണ്ട വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കേട്ട് കേൾവിയുള്ളതോ പറഞ്ഞു കേട്ടതോ ആയ കാര്യങ്ങൾ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിനെല്ലാം കേസ് എടുക്കണം എന്ന് കോടതി വിധി വന്നെന്ന് പറയാം. അപ്പം നമ്മളങ്ങനെ കേസ് കൊടുക്കാൻ വില്ലിക്കല്ല, അല്ലെങ്കിൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവായിരുന്നു കേസ് കൊടുക്കാനായിട്ട്. നമ്മൾ അതിനല്ല, ഇതൊരു പഠനമായിട്ട് പറഞ്ഞ ഒരു കാര്യമല്ലേ.